വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീലേഖയെ FIR-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രീലേഖയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. CCTV അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ചേരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു BJP സംഘടിപ്പിച്ചത്. ആ സമയത്ത് കേസെടുത്ത സമയത്ത് പ്രവർത്തകരെ മാത്രം ഉൾപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ FIR എടുത്തിട്ടുള്ളത്. ഈ ശ്രീലേഖയെ മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് പോലീസ് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും അവിടെ BJP-യുടെ വൈസ് പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ആളാണ്. അപ്പോൾ ആ നിലയിൽ കേസ് സ്വാഭാവികമായിട്ടും 50-ലധികം പേർക്കെതിരെ കേസെടുക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്ത ആളുകൾക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസ് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വട്ടിയൂർക്കാവിലെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതൊരു വലിയ അജണ്ടയായിട്ട് ഇപ്പോൾ പലരും എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ക്രമസമാധാനത്തിൻ്റെ ചുമതലയടക്കം ഉണ്ടായിരുന്ന ഒരാളടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു അങ്ങേയറ്റ പ്രഹസനമാണ് നമ്മൾ വട്ടിയൂർക്കാവിൽ കണ്ടത്. ഇപ്പോൾ അവിടെ നിയമാനുസരണം പ്രവർത്തിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി മൊബൈൽ ഫോണിലൂടെ നിർദ്ദേശിക്കുന്നു. അപ്പോൾ പെൻഷൻ പറ്റിയതുപോലും ഓർമ്മിക്കാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ടെലഫോണിലൂടെ മെസ്സേജ് നൽകുന്നു. ലീവിൽ പോയ ഉദ്യോഗസ്ഥനെതിരെ അത് നന്ദി പറഞ്ഞുകൊണ്ട് കമ്മീഷണർക്ക് മെസ്സേജ് ഇടുന്നു. അപ്പോൾ കമ്മീഷണർ ഇങ്ങനെ വിരമിച്ച ആൾക്കാരുടെ ഉത്തരവാണോ നടപ്പാക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്തിന് യോഗ്യനായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം തിരുവനന്തപുരം പോലുള്ളൊരു നഗരത്തിൽ ക്രമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ നിർവഹിക്കണം. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ കേസെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരന്തരമായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക, അപ്പോൾ ഇതൊരു ശരിയായ ജനാധിപത്യ സംവിധാനമല്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും, ക്രമസമാധാന നിലയെ വഷളാക്കും. അതുകൊണ്ട് ബന്ധപ്പെട്ടവർക്കെതിരെ അത് ആരായാലും, വിരമിച്ചവരായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. അപ്പോൾ ഞങ്ങളൊക്കെ മാർച്ച് നടത്തി ഞങ്ങൾക്കെതിരെ കേസെടുക്കുമല്ലോ. ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്കാർക്ക് എതിരായിട്ടായിരിക്കും ആദ്യം കേസെടുക്കുക. അപ്പോൾ വിരമിച്ചവരായാലും കൊള്ളാം, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പോലീസ് കമ്മീഷണർ തയ്യാറാകണം. അദ്ദേഹം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കെടുത്തുന്ന നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല. അദ്ദേഹം നിലപാട് പുനഃപരിശോധിക്കണം എന്നുള്ളൊരു കാര്യമാണ് സ്ഥലം MLA എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കാണേണ്ടതായിട്ട് വരും. ഇവിടെ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് അക്രമികൾക്കെതിരെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വരികയാണ്. അപ്പോൾ ആ മാർച്ചിനെ നിയന്ത്രിക്കാൻ പോലീസ് ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ പോലീസിനെതിരെ നിരന്തരമായിട്ടുള്ള അറ്റാക്ക് നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ പോലീസിൻ്റെ മനോവീര്യം സംരക്ഷിക്കുന്ന നിലയിൽ ഇടപെടണം. അമ്പലങ്ങളിലടക്കം ക്രിമിനലുകളെ കൊണ്ട് പാർപ്പിക്കുന്ന നില വരികയാണ്. പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അമ്പലത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടാക്കുകയാണ്. അമ്പലങ്ങൾ ക്രിമിനലുകളെ താമസിക്കാനുള്ള സ്ഥലങ്ങളാണോ? സ്വാഭാവികമായിട്ടും അത് വിശ്വാസികൾക്കുള്ള കേന്ദ്രങ്ങളാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളെ ഒളിയിടങ്ങളാക്കി മാറ്റുന്ന പ്രവണതയും അവസാനിപ്പിക്കേണ്ട ഒന്നാണ്. തിരുവനന്തപുരം സിറ്റി പോലീസിനെ സംബന്ധിച്ച് പോലീസുകാരുടെ ആത്മവീര്യത്തെ മുന്നോട്ട് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് കമ്മീഷണർ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്. അവരത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ ശ്രീലേഖയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ താൻ പോടാ പുല്ലേ പോലീസ് എന്ന് മുമ്പും വിളിച്ചിട്ടുണ്ട്, അത് ഉദ്യോഗസ്ഥരടക്കം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം നിങ്ങൾ എന്തിനെ തന്നെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അല്ല, അതൊക്കെ ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ലാതെ വർത്തമാനം പറയുന്നു എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവർ ഇപ്പോൾ വാട്സപ്പിലൂടെ DGPക്ക് നിർദ്ദേശം നൽകുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇപ്പോഴും പോലീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നൊരു തോന്നൽ പലപ്പോഴും അവർക്കുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ മെസ്സേജൊക്കെ കണ്ട് പ്രതികരിക്കാൻ നിൽക്കുന്നവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരൊക്കെ വേറെ പണിക്ക് പോകണം. വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തൽ നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ കേസെടുക്കാൻ അവർ തയ്യാറാകണം. അല്ലാതെ ഈ മെസ്സേജും കണ്ടുകൊണ്ടിരിക്കുകയല്ല ഈ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുടെ പണി. അത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നെട്ടയത്തിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസിന് ഒരു വീഴ്ച ഉണ്ടായെന്നൊക്കെയാണ് BJP ആരോപിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് ഏകപക്ഷീയമായി CPM വേണ്ടി പണിയെടുക്കുന്നു എന്നൊക്കെയാണ് ശ്രീലേഖ അടക്കം പറയുന്നത്. അല്ല, അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ആളുകളും ജയിലിൽ കിടക്കുകയാണല്ലോ. ഈ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുടെ പല ആളുകളും ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ പോലീസ് CPIM-ന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ ജയിലിലേക്ക് പോകില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായി, ലാ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായി, പോലീസ് കേസെടുത്തു. സ്വാഭാവികമായിട്ടും പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അതിനകത്ത് ഇടപെടാൻ വേണ്ടി പോയില്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഇരു കൂട്ടർക്കെതിരെയും പോലീസ് നടപടിയെടുത്തു. പോലീസിൽ എന്നൊരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷേ തുടർന്ന് നടക്കുന്ന പ്രശ്നങ്ങളിൽ പോലീസ് രാഷ്ട്രീയ പക്ഷപാതിത്വമോ ഏതോ സ്വാധീനത്തിന് വഴങ്ങുന്ന ഒരു തോന്നൽ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും കേസെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല?
ഉദ്ഘാടനം ചെയ്ത ആൾക്കെതിരെ കേസില്ല, ബാക്കിയുള്ളവർക്കെതിരെ കേസ്. അത് ഏത് നിലയിലാണ് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ അത് തെറ്റായ നടപടിയായിട്ട് തന്നെയാണ് പൊതുസമൂഹം കാണുക. അത് തിരുത്താൻ വേണ്ടി പോലീസ് തയ്യാറാകണം. അതാണ് വി കെ പ്രശാന്തിന് പറയാനുള്ളത്. ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട് എതിരെ കൂടി കേസെടുക്കണമെന്നാണ് MLA ക്ക് പറയാനുള്ളത്. ക്യാമറമാൻ അനീഷ് മലയങ്കിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.